ഒറ്റക്കണ്ണനായ ലൊങ്കീനോസ് കർത്താവിൻ്റെ ചങ്കിലേക്ക് ഇങ്ങനെ കുന്തം കുത്തിയിറക്കിയപ്പോൾ അവിടെ നിന്നൊഴുകിയ രക്തം അവൻ്റെ കണ്ണിലേക്ക് വീണപ്പോൾ കാഴ്ച കിട്ടി എന്ന ഭൗതികമായ ഒരു യാഥാർത്ഥ്യം പറയാനല്ല ഞാൻ കാഴ്ച തിരിച്ചു കിട്ടുന്ന അനുഭവത്തെ പറ്റി പറയുന്നത്. കാഴ്ച തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവാലയത്തിൽ ഒരു തിരശീല ഉണ്ടായിരുന്നു. ആ തിരശീല ദൈവാലയത്തിലൂടെ ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിവിശുദ്ധ സ്ഥലം സാധാരണക്കാരായ നമ്മിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി. അതായത് അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സുന്ദരമായ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിങ്ങനെ മറച്ചു വെച്ചു. അതുകൊണ്ട് കാഴ്ചയില്ല. ക്രിസ്തുവിന് അല്ലെങ്കിൽ ദൈവത്തിലേക്കുള്ള ഒരു നോട്ടം സാധാരണക്കാരന് സാധ്യമല്ല. അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് ദൈവത്തെ ദർശിക്കാൻ സാധിച്ചു എന്ന് കുരിശ് ഒരു ബോധ്യം നൽകുന്നുണ്ട്. കാരണം കുരിശിൽ കിടന്ന് അവൻ മരണം പുൽകുമ്പോൾ ദൈവാലയത്തിലെ തിരശീല രണ്ടായി കീറി താഴേക്ക് വീണു. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നവന് അതിവിശുദ്ധ സ്ഥലത്തെ വളരെ സുന്ദരമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഒരു ദൈവത്തെ നോക്കാനുള്ള ആ ഒരു കാഴ്ച ദൈവം മനുഷ്യന് തിരികെ കൊടുത്തത് കുരിശിൽ നിന്നാണ്.